നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 598th day. Today 35th ശ്ലോക of പ്രഥമസ്കന്ധം 3rd chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 598 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. ഏവം ജന്മാനി കർമാണി ഹ്യകർത്തൂ രചനസ്യ ച വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹൃത്പദേ. ഏവം ജന്മാനി കർമാണി ഹ്യകർത്തൂ രചനസ്യ ച വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹൃത്പദേ. ഓം തത്സത്. ഏവം ജന്മാനി, ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ജന്മാനി ജന്മങ്ങളെയും, കർമാണി കർമ്മങ്ങളെയും, അകർത്തു കർത്താവല്ലാത്തവന്, അജനസ്യജ അജനസ്യ അജനസ്യ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവന്, ച കളയും എന്നുള്ള അർത്ഥത്തിൽ, എന്നുള്ള അർത്ഥത്തിൽ, വർണ്ണയന്തി വർണ്ണിക്കുന്നു, വർണ്ണയന്തി സ്മ വർണ്ണിച്ചിരിക്കുന്നു, കവയഃ കവികൾ, വേദഗുഹ്യാനി വേദരഹസ്യങ്ങളായിരിക്കുന്ന, ഹൃത്പദേ അന്തര്യാമിയായ, അതായത് അന്തര്യാമിയായിട്ടുള്ള ജന്മങ്ങൾക്കും സർവത്തിനും അന്തര്യാമിയായിട്ടുള്ള ഈ പരമാത്മാവിന് ജനനങ്ങളെയും കർമ്മങ്ങളെയും കവികൾ ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു. ഒന്നിനും കർത്താവല്ലാത്ത ആ പരബ്രഹ്മത്തിന് അനേകം ജന്മങ്ങൾ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ മായയെ അവലംബിച്ച്, മായ കൊണ്ടാണ് ജീവൻ ബദ്ധനും കിഞ്ചിതനും ആവുന്നത്. എന്നാൽ അതേ മായയാൽ ബന്ധമല്ലാത്ത ഈശ്വരനെ മായ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാൻ ജന്മങ്ങളെയും കർമ്മങ്ങളെയും എടുത്ത് ഈ ലോകത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ജന്മമെടുക്കുന്നു. ഭഗവാൻ മായയെ അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്നു. നമ്മൾ മായയെ അറിയാതെ മായയിൽ ഉൾപ്പെട്ട് മായയാൽ ബദ്ധിതരായിട്ട് കർമ്മങ്ങളും ജന്മങ്ങളും എടുക്കുന്നു എന്ന് മാത്രമാണ് വ്യത്യാസം. ഈ മായയെ അതിജീവിച്ചു കഴിഞ്ഞാൽ ഈ ജീവനും നമ്മളിലുള്ള ജീവനും മുക്തമായിട്ട് ആ പരമാത്മാവിൽ ലയിക്കും. ജീവൻ മുക്തന്മാരായി തീരും. ജീവിച്ചിരുന്നാൽ പോലും ആ മായയുടെ ഇത് അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അവർ ഭഗവാനിലായിട്ട് ജീവൻ മുക്തന്മാരായി തീരും, നിത്യമുക്തന്മാരായിട്ട് തീരും. ഭഗവാൻ എപ്പോഴും നിത്യമുക്തനും സർവജ്ഞനുമാകുന്നു. ആ ഭഗവാൻ എല്ലാ ജീവജാലങ്ങളിലും, ചരങ്ങളിലും അചരങ്ങളിലും എല്ലാം അന്തര്യാമിയായിട്ട് വർത്തിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവം ജന്മാനി കർമാണി ഹ്യകർത്തൂ അജനസ്യ ച വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹൃത്പദേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.